ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചലിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിക്കുക. നമുക്ക് 3 കാർഡ്സ് എടുക്കാം. ഏഞ്ചലിന്റെ ആൻസർ എന്താണ്, ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആക്കാം. ഏഞ്ചൽ പ്ലീസ് ഗിവ് മീ ദ ആൻസർ ഫോർ മൈ വ്യൂവേഴ്സ്. ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് റെസനേറ്റ് ആകുന്ന രീതിയിലുള്ള കാർഡ്സ്. ഏഞ്ചൽ പ്ലീസ് ഗിവ് മീ. താങ്ക് യു മൈ ഏഞ്ചൽ, താങ്ക് യു മൈ ലോർഡ്. ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യന് നീഡ് ഹെൽപ്പ് ആണെങ്കിൽ, ആരിൽ നിന്നെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, ചോദിക്കണം. അതിനി ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ, അല്ല ഏഞ്ചലിനോട് തന്നെ ചോദിക്കാം, ഡിവൈൻ എനർജിയോട് ചോദിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ചോദിക്കാം. ഇതിന് ഹെൽപ്പ് ഏത് രീതിയിൽ വേണോ അവരോട് ഹെൽപ്പ് ചോദിക്കാനാണ് ഏഞ്ചൽ ആദ്യമായി തന്നെ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഈ കറക്റ്റായ ടൈം എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച കാര്യത്തിന്റെ കറക്റ്റായിട്ടുള്ള ടൈമാണിപ്പോ എന്നാണ് കാണുന്നത്. അപ്പോൾ ഏഞ്ചൽ കറക്റ്റായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത്. തേർഡ് കിട്ടിയിരിക്കുന്നത് ബി അസർട്ടീവ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാര്യം നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെ ഉറപ്പായിട്ടും ഏഞ്ചൽ ഹെൽപ്പ് ചെയ്യും, ഡിവൈൻ എനർജി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ഏഞ്ചലിനെ വിശ്വസിച്ച് ചോദിക്കുക. നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. ഡിവൈൻ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു മൈ ഏഞ്ചൽ.